ഈ കാണുന്നത് മിൽക്കി മഷ്റൂം അഥവാ പാൽക്കൂണാണ്. കൂൺ കർഷകരല്ലാത്ത ആളുകൾക്ക് സാധാരണ കാണാൻ കഴിയുക പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള കൂണുകൾ മാത്രമായിരിക്കുമല്ലോ. ഈ കൂണുകൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നൊന്ന് നോക്കിയാലോ. ഇത് വൈക്കോൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മിൽക്കി മഷ്റൂമിന്റെ ബെഡുകളാണ്. കൂൺ കൃഷിയെക്കുറിച്ച് ധാരണയുള്ള കർഷകർ പല രീതിയിൽ പാൽക്കൂൺ കൃഷി ചെയ്യാറുണ്ട്. കൃഷിക്കായി കൂൺ ബെഡുകൾ നിർമ്മിക്കാൻ ബെഡ് മാറ്റുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, വൈക്കോൽ ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റ് ജൈവാവശിഷ്ടങ്ങൾ സംയോജിപ്പിച്ച് കൃഷി ചെയ്യുന്നവരുമുണ്ട്. ഇത്തവണ ഇവിടെ 3 രീതിയിലും ബെഡുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഫെബ്രുവരി തൊട്ട് ഏപ്രിൽ വരെ പാൽക്കൂൺ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ്. ഈ കൂൺ വളരുന്നതിന് 30-32 ഡിഗ്രി ചൂട് ആവശ്യമാണ്. കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ കണക്കിലെടുത്ത് ജനുവരി പകുതിയാകുമ്പോഴേക്കും ചൂട് കൂടുതലാകുമെന്ന കണക്കിൽ കുറച്ച് നേരത്തെയായി പോയി ഇവിടുത്തെ ഒരു ബാച്ച് പാൽക്കൂൺ ബെഡ് തയ്യാറാക്കൽ. പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാലാവസ്ഥ പാൽക്കൂണിന്റെ വിളവിൽ കാണാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറവാണ്. അടുത്ത ബാച്ച് വളർന്നു വരുമ്പോഴേക്കും കാലാവസ്ഥ സെറ്റാകുമെന്ന് കരുതുകയാണ്. പാൽക്കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. കൃഷിരീതിയെക്കുറിച്ചൊന്നും ഇവിടെ കാര്യമായി ആവർത്തിക്കുന്നില്ല. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന 20-25 ദിവസത്തോളം വളർച്ചയെത്തിയ ബെഡുകൾ കേസിംഗ് എന്ന പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇങ്ങനെ കേസിംഗ് ചെയ്ത് കഴിഞ്ഞ് 7-8 ദിവസങ്ങൾ കൊണ്ട് തന്നെ കൂണുകൾ വളരുന്നതിന്റെ സൂചനകൾ നമുക്ക് കാണാവുന്നതാണ്. ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് രോഗബാധയുണ്ടാകാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ് പാൽക്കൂണിന്. അതുകൊണ്ട് തന്നെ കൂൺബെഡ് തയ്യാറാക്കുമ്പോൾ അണുനശീകരണം നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കൂൺബെഡിന്റെ മുകളിൽ ചെറിയ കൂൺമുട്ടകൾ കാണാവുന്നതാണ്. ഇതെല്ലാം തന്നെ വലുതായി കിട്ടത്തില്ല, കുറച്ചൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. പാൽക്കൂണിന് വളരുന്നതിന് ആവശ്യമായ അനുകൂലമായ താപനിലയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിലും നല്ല രീതിയിൽ ഈ കൂണുകൾ വലിപ്പം വെക്കും കേട്ടോ. Thank you.